പെർഫോമറിനെ മലയാളത്തിന് അറിയാം. ഈ ഒരു സിനിമയിൽ രാജുവേട്ടൻ വിലയിരുത്തുമ്പോൾ എന്റെ പെർഫോമൻസിനെ എലിവേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ജെയ്ക്സ് ബിജോയ് പെർഫോമൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മ്യൂസിക് ഉണ്ട് എന്ന് തോന്നിയൊരു മൊമെന്റ് ഉണ്ടോ? ഈ സിനിമ എന്ന് പറയുന്നത് ടോട്ടലി ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. ഇപ്പോൾ ഒരു നടൻ ഒറ്റയ്ക്ക് ഒരു ഗംഭീര പെർഫോമൻസ് കൺസ്ട്രക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതിനാദ്യം ആവശ്യം നല്ലൊരു റിട്ടേൺ മെറ്റീരിയലാണ്. അതെനിക്ക് കിട്ടി, സമീർ അതെനിക്ക് തന്നു. അതിനുശേഷം ആവശ്യം ആ മെറ്റീരിയലിനെ നല്ല രീതിയിൽ കൺസീവ് ചെയ്യാൻ മാത്രം ക്രാഫ്റ്റും ക്ലാരിറ്റിയും ഉള്ള ഒരു ഫിലിം മേക്കറാണ്. അതും എനിക്ക് കിട്ടി. പിന്നെ ആ പ്രോജക്റ്റിലേക്ക് ഒത്തുചേരുന്ന മറ്റ് ടെക്നീഷ്യൻസ്, അവരവരുടെ ഡിപ്പാർട്ട്മെന്റ്സ്, അവരവരുടെ ക്രാഫ്റ്റുകൾ കൊണ്ട് ആ റിട്ടേൺ മെറ്റീരിയലിലേക്ക് സംവിധായകനെ പോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടെക്നീഷ്യൻസ്, അതും ദൈവം സഹായിച്ച ഈ സിനിമയ്ക്കുണ്ട്. സിനിമാറ്റോഗ്രാഫർ, പ്രൊഡക്ഷൻ ഡിസൈനർ, ജേക്സ്, ഒരുപാട് പേര്, കോ ആക്ടേഴ്സ്, എല്ലാവരും ചേർന്നിട്ടാണ് ഓരോ പെർഫോമൻസസും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ആരെങ്കിലും ഒരാൾ കത്തിക്കുകയോ അണയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൊളാബറേറ്റീവ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയ ഒരു സിനിമയാണ് ഐ നോബഡി എന്ന് ഞാൻ കരുതുന്നു. ആൻഡ് രാജീവൻ